സംസ്ഥാനത്ത് ഓണാഘോഷത്തിന് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തറയിൽ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നു. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. വർണ്ണശബളമായ ആഘോഷമാണ് എറണാകുളം നഗരത്തിൽ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കുന്നു. ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നു. ഘോഷയാത്ര ആരംഭിച്ചാൽ എത്ര മണിക്കൂർ നീളുന്ന ഒരു ആഘോഷമാണിത്? എപ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു സമാപനം? ഉച്ചവരെ നീണ്ടു നിൽക്കില്ലേ ഈ ആഘോഷം? സാനു. വിനോദ, നിലവിൽ ഘോഷയാത്രയുടെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രാവിലെയൊക്കെ ഇവിടെ തീരെ ആൾ കുറവായിരുന്നു, തിരക്ക് കുറവായിരുന്നു. റോഡുകളിലൊക്കെ വാഹനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കാഴ്ചകൾ. ഇവിടെ ഈ പ്രദേശമാകെ ജനങ്ങൾ ഈ ഘോഷയാത്ര കാണാനും ഇതിൽ പങ്കെടുക്കാനും വേണ്ടി ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. വലിയ പോലീസിന്റെ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാരിക്കേഡ് സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ബാരിക്കേഡിന് തൊട്ട് അപ്പുറത്താണ്, ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അപ്പുറവശത്താണ് ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ആളുകൾ കൂടി നിൽക്കുന്നത്. അതായത് ഒരു മണിക്കൂറിലധികമായിട്ട് ഇവിടെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ഘോഷയാത്ര വരുന്ന വഴിയാണ്, അതായത് ഈ ഉദ്ഘാടന വേദിയിൽ നിന്ന് നേരെ ഇവിടേക്കാണ്, അതായത് ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തേക്കാണ് ഘോഷയാത്ര ആദ്യം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നിലവിൽ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്ന വീതിയിലൂടെയാണ്, അതായത് ഉദ്ഘാടന വേദി നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവിടുന്ന് നേരെ ഈ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗത്തേക്ക് എത്തി ഇവിടുന്ന് തിരിഞ്ഞാണ് ഈ ഘോഷയാത്ര ഈ വീഥികളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഘോഷയാത്ര കാണാനും ഇതിൽ പങ്കെടുക്കാനും വേണ്ടി ഇരുഭാഗങ്ങളിലും ആളുകൾ ഇപ്പോഴേ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഉദ്ഘാടന പരിപാടികളൊക്കെ പുരോഗമിക്കുന്നു. ആ സമയത്ത് തന്നെ ഇവിടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് ഇത് കാണുന്നതിന് വേണ്ടി, ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ഇതിൽ പങ്കെടുക്കുന്നവരോടൊക്കെ നമുക്ക് വിവരങ്ങൾ ചോദിച്ചറിയാം. അതായത് രാവിലെ മുതൽ ഇവരിവിടെ കാത്തു നിൽക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വിവരങ്ങൾ. എവിടുന്നാണ് വരുന്നത്? കോട്ടയം. എല്ലാ വർഷവും വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്താണ് ഈ ഓണാഘോഷമൊക്കെ എവിടം വരെ എത്തി? ഓണത്തിന്റെ ആഘോഷ കാര്യങ്ങളൊക്കെ തൃപ്പൂണിത്തറയിൽ നിന്ന് തുടങ്ങുകയാണ്, അത്തച്ചമയത്തോടു കൂടി തുടങ്ങുക. എവിടുന്നാണ് വരുന്നത്? വൈക്കം. എല്ലാ വർഷവും വരാറൊക്കെ ഉള്ളതാണോ? അല്ല, ആദ്യമായിട്ടാണ് അത്തച്ചമയം കാണാൻ വരുന്നത്. എത്ര നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? കുറേ നേരമായി, 1 മണിക്കൂറായി. കണ്ടിട്ടേ പോകുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരുണ്ട്. കൊച്ചിക്കാരുണ്ട്, കൊച്ചിക്ക് പുറത്തുള്ളവരുണ്ട്, കോട്ടയത്തു നിന്നും, അതേപോലെ തന്നെ പല ജില്ലകളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഘോഷയാത്രയിൽ പങ്കാളികളാനും ഈ ആഘോഷത്തിൽ പങ്കുചേരാനും വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ഉദ്ഘാടന പരിപാടി അവസാനിച്ചാൽ ഉടനെ ഈ പ്രദേശത്തേക്ക് ഈ ഘോഷയാത്ര എത്തും. ഇതുവഴിയായിരിക്കും ഇത് കടന്നു പോകുക. എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിരവധി ആളുകൾ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും അത്തച്ചമയ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി കാലേക്കൂട്ടി തന്നെ ആളുകൾ നഗരവീഥി കൈയടക്കുകയാണ്. അല്പസമയത്തിനകം ഘോഷയാത്ര ആരംഭിക്കും. അതിൻ്റെ ഉദ്ഘാടന സഭ തുടങ്ങാൻ പോവുകയാണ്. വിശിഷ്ട അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. മന്ത്രി എം പി രാജേഷ്, അതുപോലെ തന്നെ നടൻ ജയറാം അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം ഉദ്ഘാടന സഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വാർത്തയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.